ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈജു. എല്ലാവരും കേട്ടിട്ടുള്ളതും എന്നാൽ വളരെ കുറച്ചു പേര് മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സേവിങ്സ് അഥവാ സമ്പാദ്യത്തെക്കുറിച്ചാണ്. ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷെ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യാണ്ട് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാരണം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അക്ബർ രാജാവിന്റെ ഭരണപരിഷ്കാരത്തെക്കുറിച്ചോ A+B = A² + B² + 2AB എന്നോ ഒരുപാട് നമ്മൾ ഉരുവിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. ഇനി ഇതിനെക്കുറിച്ച് ഈ ഒരു സബ്ജക്റ്റ് ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത്? നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ നാളെ ഒരു അടിയന്തര ഘട്ടം, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കട്ടെ. ആ സമയത്ത് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് സഹായം മേടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ കയ്യിൽ തന്നെ ഒരു നീക്കിയിരിപ്പ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി അതുമല്ലെങ്കിൽ ഭാവിയിലെ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ തന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു പെൻഷൻ പോലെ മാസം മാസം ഒരു വരുമാനം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഇതിനൊക്കെ ആദ്യം ആവശ്യം സമ്പാദ്യം ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക എന്നതാണ്. അപ്പൊ ചോദിക്കുക, എങ്ങനെ സമ്പാദിക്കുക? ചിലരോട് സമ്പാദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും, അയ്യോ ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു രൂപ മിച്ചം വയ്ക്കാനില്ല, പിന്നെ എവിടെന്നാ സമ്പാദിക്കാൻ പോകുന്നത്? അത് തന്നെയാണ് തെറ്റ്. ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് സമ്പാദിക്കുക എന്നുള്ളതല്ല, മറിച്ച് സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചെലവഴിക്കുക എന്നുള്ളതാണ് ഈ നല്ല രീതി. ഒന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോ സ്ഥിരമായിട്ടൊരു വരുമാനമുണ്ട്. അത് ഒരു പക്ഷെ ജോലിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നായിരിക്കും സ്ഥിരമായിട്ടൊരു വരുമാനം മാസം മാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നിങ്ങളുടെ ബോസ് നിങ്ങളെ വിളിക്കുകയാണ്. ആള് പറയാണ്, ഇപ്പോൾ കമ്പനി വളരെ നഷ്ടത്തിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ സാലറി ഒരു 10% അടുത്ത മാസം മുതൽ കുറവായിരിക്കും. എന്താണ് നിങ്ങൾ ചെയ്യുക? ഒരു 95% ആളുകളും ജോലി വിട്ടു പോകാനൊന്നും പോകുന്നില്ല. എന്താ കാരണം? ഒരു 30,000 രൂപ മാസം വരുമാനം മേടിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഒരു 10% കുറവെന്ന് പറഞ്ഞ ഒരു 3,000 രൂപ സാലറിയിൽ കുറവ് വരും. അത് 10,000 രൂപ മേടിക്കുന്ന ആൾക്കോ ഒരു 1,000 രൂപ കുറവ് വരും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകില്ല. അവരെന്താ ചെയ്യുക? ആ കുറയുന്ന പൈസയ്ക്ക് അനുസരിച്ച് അവരുടെ ചെലവ് കുറയ്ക്കാൻ അവർ തയ്യാറാവും. അത്രയേ ഇവിടെയും ചെയ്യണ്ടു. നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിക്കുക, ഇന്നു മുതൽ നമ്മുടെ സാലറി കുറയുകയാണ്, നിങ്ങളുടെ സാലറി കുറയുകയാണ്, 10% കുറവാണ്. എന്നിട്ട് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ തന്നെ ആദ്യത്തെ 10% നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് അങ്ങ് മാറ്റിയിടുക. ഓക്കെ, അപ്പൊ ചോദിക്കും, ഈ 10% മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? കാരണം 10,000 രൂപ വരുമാനം മേടിക്കുന്ന ഒരാൾക്ക് ഒരു മാസം 10% എന്ന് പറഞ്ഞാൽ 1,000 രൂപയാവുന്നുള്ളൂ. ഈ 1,000 രൂപ വെച്ച് അയാൾ ഒരു മാസം ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ 12,000 രൂപയാവുന്നുള്ളൂ. അതിന്റെ ഇപ്പൊ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് വെച്ച് തന്നെ ഒരു 10% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചോ, അപ്പോഴും 1,200 രൂപയാണ് ഒരു മാസം എക്സ്ട്രാ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും, അതുകൊണ്ട് എന്ത് കാര്യമാണ്? പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കണക്ക് പറയാം. അതായത് എല്ലാ മാസവും ഒരു 1,000 രൂപ വെച്ച് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചോ, അടുത്ത 30 വർഷത്തേക്ക്. ഓക്കെ, 30 വർഷം കൊണ്ട് ഈ 1,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് മൊത്തം 3,60,000 രൂപയായിരിക്കും അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അയാളുടെ റിട്ടേൺസ് ആ സമയത്ത് അയാളുടെ പൈസ എത്രയുണ്ടാവും അറിയും? 21,71,321 രൂപയായിട്ട് മാറുന്നു. ഇനി അയാൾ 2,000 രൂപ വെച്ച്, വേറൊരാൾ 2,000 രൂപ വെച്ചിട്ട് മാസം ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നു വിചാരിച്ചോ,
7,20,000 രൂപയായിരിക്കും ആകെ അയാൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തുള്ള തുക. എന്നാൽ അയാൾ കിട്ടുന്ന റിട്ടേൺസ് എത്രയാണെന്നറിയും? 43,42,642 രൂപ. ഇനി ഒരു എക്സാമ്പിൾ കൂടി ലാസ്റ്റ്. അതായത് ഒരു 30,000 രൂപ മാസം വരുമാനം മേടിക്കുന്ന ഒരാൾ 3,000 രൂപ മാറ്റി വയ്ക്കണം. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സർക്കാർ ജോലിക്കാരോ ടീച്ചർമാരോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഒരു 3,000 രൂപയാണെങ്കിൽ മാത്രം മാസം മാറ്റി വയ്ക്കാം. അവർ 3 വർഷം കൊണ്ട് ആകെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുക 10,80,000 രൂപയാണ്. എന്നാൽ അവർ കിട്ടുന്ന 30 വർഷം കഴിഞ്ഞാൽ അവർ കിട്ടുന്ന തുക 65,13,963 രൂപയാണ്. ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മാജിക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാവില്ല, വേണമെന്നില്ലല്ലോ. എന്തൊക്കെ സാധ്യതകളുണ്ട്? മ്യൂച്വൽ ഫണ്ടുകളോ ഇക്വിറ്റി ഷെയറോ ഒന്നും വേണ്ട. നമ്മുടെ നാടിന് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കാം, കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കാം. ഇതൊന്നും വേണ്ട, ചെറിയൊരു ബിസിനസ് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ അനന്തമാണ്. പക്ഷെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് പണമാണ്. അപ്പൊ അതുകൊണ്ട് സമ്പാദ്യം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസം മുതൽ നമുക്ക് വരുന്ന വരുമാനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിന്റെ 10% മാറ്റിവെക്കാനെന്ന് തീരുമാനിക്കുക. കുറച്ചു കഴിഞ്ഞ് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലം വരും. അവിടെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഒരാള് ഒരു മാസം 1,00,000 രൂപ വരുമാനം മേടിക്കാൻ വിചാരിച്ചോ, അതിന് 99,000 രൂപയും അയാൾ ചെലവാക്കി കളയാണ്. വേറൊരാള് 10,000 രൂപ ഇൻകം വാങ്ങിച്ചിട്ട് അതിൽ 2,000 രൂപ സേവ് ചെയ്യുമെന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കാൻ പോകുന്നത്? കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം രണ്ടുപേർക്കും ജോലി അങ്ങ് പോയി വിചാരിച്ചോ, ആരായിരിക്കും റിച്ച്? ആലോചിച്ചുള്ള. അതുകൊണ്ട് കൂടുതൽ ഇൻകം മാസം ഉണ്ടാക്കുന്നതല്ല തന്നെ, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഇൻകത്തിൽ നിന്ന് കൂടുതൽ പണം സേവിങ്സിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥയും കൂടി നിങ്ങൾക്കുണ്ടാവാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ പേരും ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇല്ലാത്തവരാണെങ്കിൽ, ഇതുവരെ സേവിങ്സ് എന്ന ആശയത്തെക്കുറിച്ച് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.